ഹായ് ഫ്രണ്ട്സ്, ഡൊമിനോ ദീപക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഹോളിഡേ ദിവസമാണ്. അപ്പം രാവിലെ ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ ആദ്യം വെറുതെ ഇരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു എങ്ങോട്ടെങ്കിലും ഒന്ന് പൊക്കളയാം, ഒരു ദിവസമേ ഉള്ളൂ. അപ്പൊ നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റിയ ഏത് സ്ഥലമെന്ന് ഇങ്ങനെ നോക്കിയപ്പം ഞങ്ങൾ വിചാരിച്ചു പത്മനാഭപുരം പാലസ്. എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞങ്ങളും പോയിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്തൊന്നും പോയിട്ടില്ല, പക്ഷെ ഞാൻ ഇതുവരെ അതിന്റെ വീഡിയോ ചെയ്തിട്ടില്ല. എന്നാൽ പത്മനാഭപുരം പാലസിന്റെ വീഡിയോ ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചു. അതുപോലെ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു അക്വാഡക്റ്റ് ഉണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും ടോളസ്റ്റും ഏറ്റവും ഹയസ്റ്റും ആയിട്ടുള്ള ഒരു അക്വാഡക്റ്റ് ഉണ്ട്. അവിടുന്ന് വളരെ അടുത്താണ്. അപ്പൊ അതും ഒക്കെ കണ്ട് പതുക്കെ ഇങ്ങനെ തിരിച്ചു വരാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ആ കാഴ്ചകളൊന്ന് പോയി കണ്ടു നോക്കിയാലോ. സമയം ഇപ്പൊ രാവിലെ 10:30 മണി കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. നമ്മളിതിപ്പം പാപ്പനംകോട്, ബാലരാമപുരം, നെയ്യാറ്റിൻകര ആ റൂട്ടിലാണ് പോകുന്നത്. ഇവിടുന്ന് നമുക്ക് ഏകദേശം ഒരു 50 കിലോമീറ്റർ ഉണ്ട് പാലസിലോട്ട്. അതായത് ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേക്ക് ഇപ്പം ഒരു 1.5 മണിക്കൂറാണ് ടൈം കാണിക്കുന്നത്. ഇത് പ്രസിദ്ധമായ വെടിവെച്ചാങ്കോവിലാണ്. ഈ റൂട്ടിൽ പോകുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം. ഇവിടെ ഇതുവഴി പോകുന്ന ആൾക്കാരും മിക്ക ആൾക്കാരും ഇവിടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവര് അതിന്റെ വഴിപാടായിട്ട് നടത്തുന്നത് വെടിവഴിപാടാണ്. അപ്പൊ അതൊരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പൊ ഞങ്ങളിപ്പോ വെറുതെ ഒന്ന് ഗൂഗിളിൽ നോക്കിയപ്പോൾ അറിയാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് 12:30 മണി കഴിഞ്ഞാൽ പാലസിൽ ഒരു ബ്രേക്ക് ഉണ്ട്. 1.5 മണിക്കൂർ നേരത്തെ ബ്രേക്ക് ഉണ്ട്. അപ്പൊ നമ്മളുടെ 1.5 മണിക്കൂർ വെറുതെ വേസ്റ്റ് ആയി പോകും. അപ്പൊ നമുക്ക് അതിനു മുന്നേ പാലസിലോട്ട് എത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഞങ്ങൾ നോക്കുന്നത്. ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന വഴി കണ്ട ഒരു കാഴ്ചയാണ് ഒരു വലിയൊരു വാഴത്തോട്ടം. ഇപ്പൊ ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ അത്ര ഭയങ്കരമായ ട്രാഫിക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുമെന്ന് തോന്നുന്നു. ഇങ്ങനെ നമ്മൾ ബോർഡർ എത്തിക്കഴിഞ്ഞു. ഇത് കളിയിക്കുള്ള ചെക്ക് പോസ്റ്റ് ആണ്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ഉടനെ നമ്മൾ കണ്ട ഒരു ഹോട്ടലാണ് കേട്ടോ ഇത്, തൊപ്പി വാപ്പ ബിരിയാണി. തമിഴ്നാട്ടിൽ ഈ ബ്രാൻഡ് 10-30 ഔട്ട്ലെറ്റ്സ് ഉണ്ട്. നമ്മളുടെ തലപ്പാക്കട്ടി ബിരിയാണിയൊക്കെ പോലെ തന്നെയാണ്, ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്താണെങ്കിലും ഞങ്ങൾ ഇത് കഴിക്കുന്നില്ല. പക്ഷെ ഇതിന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ബിരിയാണി പാർസൽ വാങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് വിശക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാം. അപ്പം മാർത്താണ്ഡം ഫ്ലൈ ഓവർ ആണിത്. ഇപ്പൊ ഈ ഫ്ലൈ ഓവർ വന്നതിന് ശേഷം പിന്നെ നമ്മൾ മാർത്താണ്ഡത്തെ ഒരു വലിയ ട്രാഫിക് ബ്ലോക്കിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ടൗണിൽ തൊടുന്നതേ ഇല്ല, നേരെ ഈ ഫ്ലൈ ഓവർ വഴി നമുക്ക് അപ്പുറത്തിറങ്ങാം. ഞങ്ങളുടെ യാത്രയിലെ ഒരു ഗംഭീര ട്വിസ്റ്റ് ഉണ്ടായി. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് പത്മനാഭപുരം പാലസ് ഹോളിഡേ ആണെന്നുള്ള കാര്യം. ആക്ച്വലി ഗൂഗിളിനകത്ത് ഓപ്പൺ തന്നെയാണ് കാണിച്ചത്. ഞങ്ങളെപ്പോലെ വേറെയും കുറേ ആൾക്കാർ ഇവിടെ പാലസ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ ആൾക്കാരും മടങ്ങിപ്പോവുകയാണ്. അപ്പം നമ്മൾ ഇനി ടൈം കളയുന്നില്ല, നമുക്ക് നേരെ അക്വാഡക്റ്റ് കാണാനായിട്ട് പോവാം. കാര്യം ഇപ്പോൾ ഉച്ച സമയമായി, അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഈ ഡക്റ്റിലോട്ടുള്ള ആ ഒരു എൻട്രൻസ് ആണ്. നല്ല ചെറിയ വഴിയാണ് കേട്ടോ. ഇവിടെ നിറയെ വണ്ടികൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ ആൾക്കാരും ഈ ഡക്റ്റ് കാണാനായിട്ട് വന്നേക്കുന്നതാണ്. അപ്പൊ നമുക്ക് ആദ്യം വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മളുടെ തൊപ്പി വാപ്പ ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കാം. ഒരു ബിരിയാണിയെ വാങ്ങിച്ചിട്ടുള്ളൂ. ബിരിയാണിയുടെ കൂടെ ഒരു ഗ്രേവിയും പിന്നെ സാലഡും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ ബിരിയാണി കഴിച്ചു നോക്കി. അത് അത്ര ഭയങ്കര ഒരു ബിരിയാണി ഒന്നുമല്ല, ഒരു ടിപ്പിക്കൽ തമിഴ്നാട് ബിരിയാണി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ആ ഡക്റ്റ് കാണാനായിട്ട് പോവാം. അപ്പോൾ പോകുന്ന വഴിയിൽ കണ്ടോ ഇങ്ങനെ നിറയെ ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊരു ടിക്കറ്റ് കൗണ്ടറാണ്. കയറി വരുമ്പോൾ തന്നെ PWDയുടെ ഒരു ബോർഡും കാണാം. അതുപോലെ തമിഴ്നാടിന്റെ മുൻ ചീഫ് മിനിസ്റ്റർ ശ്രീ കാമരാജിന്റെ ഫോട്ടോയും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ്. അതുപോലെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ഒരാൾക്ക് 5 രൂപ മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ. പക്ഷെ കാർ പാർക്കിങ്ങിന് അവർ 50 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ കാണാൻ വന്ന ആ അക്വാഡക്റ്റ്. ഇതിനെ അക്വാഡക്റ്റ് എന്ന് പറയും, തൊട്ടിപ്പാലം എന്ന് പറയും, അല്ലെങ്കിൽ മാത്തൂർ അക്വാഡക്റ്റ് എന്ന് പറയും. കാര്യം ഇത് ഈ ഗ്രാമത്തിന്റെ പേര് മാത്തൂർ എന്നാണ്. ഇതിന്റെ മേളിൽ നിന്നുള്ള ആ ഒരു വ്യൂ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതിപ്പം കുറച്ച് ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്. പക്ഷെ എന്നാലും ഇവിടുത്തെ കാഴ്ചകൾ ശരിക്കും സൂപ്പറാണ്. ഈ ഡക്റ്റ് ശരിക്കും പറഞ്ഞാലേ പരളി റിവർ എന്ന് പറയുന്ന ഒരു ആറിന്റെ മുകളിൽ കൂടെയാണ് ഇത് ചെയ്തേക്കുന്നത്. ഇത് 1966 കൺസ്ട്രക്ട് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഏഷ്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് അതുപോലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള അക്വാഡക്റ്റ് ആണ്. 2 മലകൾ കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഡക്റ്റ് പോകുന്നത്. ഏകദേശം ഇതിന്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് 1 കിലോമീറ്റർ ഉണ്ട്. അതുപോലെ ഇതിന്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് താഴെ നിന്ന് 115 അടി പൊക്കത്തിലാണ് ഈ ഒരു ഡക്റ്റ് നിൽക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് അസ്യൂം ചെയ്യാം ഇത് എന്ത് ഹൈറ്റിൽ നിന്നാണ് നമ്മൾ ഈ കാഴ്ചകൾ കാണുന്നതെന്ന്. അവിടെ താഴെ കുറെ ടൂറിസ്റ്റുകൾ ആ ആറ്റിൽ നിന്ന് കുളിക്കുന്നത് കണ്ടോ.
ഇപ്പൊ ശരിക്കും പറഞ്ഞ സമ്മർ ആയതുകൊണ്ട് ഇവിടെ വെള്ളം കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഡക്റ്റിനകത്ത് ഇപ്പൊ വെള്ളമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഡക്റ്റിൽ കൂടെ വെള്ളം പോകുന്ന ആ ഒരു സമയത്താണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇത് ഒന്നും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യും. 28 പില്ലറിലായിട്ടാണ് കേട്ടോ ഈ ഡക്റ്റ് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് ശരിക്കും ഇറിഗേഷൻ പേർപ്പസിന് വേണ്ടിയിട്ട് ഒരു മലയിൽ നിന്നും മറ്റേ മലയിലോട്ട് വെള്ളം കൊണ്ടുപോകാനായിട്ട് മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇവരിങ്ങനെ ഒരു അക്വാഡക്റ്റ് ചെയ്തത്. അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം ഇങ്ങനെ മറ്റേ എൻഡിൽ എത്തിക്കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ഇതുവഴി തന്നെ തിരിച്ച് നടന്നു പോവാം. പക്ഷെ ഞാനിപ്പോൾ താഴെ നമുക്ക് സ്റ്റെപ്പ് വഴി ഇറങ്ങി ഇതുവഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ അക്വാഡക്റ്റ് നമുക്ക് താഴെ നിന്നുള്ള ഒരു വ്യൂവും കൂടെ നമുക്ക് കിട്ടും. ഇവിടെ കുറേ ലേഡീസ് ഇരുന്നിട്ട് ചക്കവറ്റൽ ഉണ്ടാക്കുന്നത് കണ്ടോ. നല്ല ചൂട് ചക്കവറ്റലായതുകൊണ്ട് തന്നെ ഞങ്ങളൊരു പാക്കറ്റ് വാങ്ങിച്ച് കഴിച്ചു. നല്ലതായിരുന്നു കേട്ടോ. കണ്ടോ, അപ്പോൾ ആ ഡക്റ്റ് കണ്ടോ, ഇതിന്റെ മേളിൽ കൂടെയാണ് നമ്മൾ നടന്നു വന്നത്. അപ്പം നമ്മൾ ഇനി ഇത് കംപ്ലീറ്റ് ഈ കയറിപ്പോയ 115 അടിയും നമ്മൾ താഴത്തോട്ട് സ്റ്റെപ്പിലോട്ട് ഇറങ്ങിയിട്ട് വേണം നമുക്ക് മറ്റേ എൻഡിലോട്ട് പോകാനായിട്ട്. നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിലേ കഴിയുന്നതും ഇവിടെ വരാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം ഫെസിലിറ്റീസിന്റെ കാര്യത്തിൽ ഇവിടെ നല്ല രീതിയിൽ പുറകിലോട്ടാണ്. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു നല്ലൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇവിടെ ഫെസിലിറ്റീസിന്റെ കാര്യം നോക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ പുറകിലോട്ടാണ്. ഇങ്ങനെയുള്ള കുറേ ചെറിയ ചെറിയ കടകളല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഫുഡോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ അവൈലബിൾ അല്ല. ഇത് കണ്ടോ, ആ ഡക്റ്റ് കണ്ടോ, ഇതിന്റെ മേളിൽ കൂടെ ആൾക്കാർ നടക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മളും ഇപ്പം നടന്നു വന്നത്. ഇത്രയും ഹൈറ്റിലാണ് ഈ ഒരു ഡക്റ്റ് നിൽക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏഷ്യയിലെ ഏറ്റവും ടോളസ്റ്റും അതുപോലെ ഏറ്റവും ലോങ്ങസ്റ്റും ആയിട്ടുള്ള ഡക്റ്റാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ് അല്ലേ. വെള്ളമൊക്കെ നല്ല കുറവാണ് കേട്ടോ. അതിപ്പോൾ സമ്മർ ടൈം ആയതുകൊണ്ടാണ്. ശരിക്കും നല്ല വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും കൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കുമായിരുന്നല്ലേ. അപ്പൊ ഇനി ഇവിടെ നിന്ന് നമുക്ക് കുറേ സ്റ്റെപ്പുകൾ കയറാനുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 200-250 സ്റ്റെപ്പ് കയറണം നമുക്ക് മുകളിലോട്ട് എത്താനായിട്ട്. അതത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഞങ്ങൾ രണ്ടുപേരും പതുക്കെയാണ് എന്താണെങ്കിലും കയറി വരുന്നത്. അപ്പൊ അങ്ങനെ ഏകദേശം നമ്മളിങ്ങനെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞു. മറ്റേ എൻഡിൽ നിന്ന്, അതായത് നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ നമ്മൾ തിരിച്ചെത്തിക്കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് പതുക്കെ ഇവിടെ നിന്ന് തിരിച്ചു പോകാം. നല്ല ടയേർഡായി കേട്ടോ. നല്ല ടയേർഡെന്ന് പറഞ്ഞാൽ നല്ല ക്ഷീണിച്ചു കഴിഞ്ഞു. കാര്യം ഉച്ച സമയമായിരുന്നു, അത്യാവശ്യം വിശപ്പുണ്ട്. അപ്പം ഞങ്ങൾ ബാലരാമപുരത്ത് പോയിട്ട് ബാലരാമപുരം ബിസ്മി ഹോട്ടലുണ്ടല്ലോ, അവിടെ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഫുഡ് കൂടുതലായിട്ടൊന്നും വീഡിയോ കാണിക്കുന്നില്ല. ഞങ്ങളൊരു ബിരിയാണിയും പൊറോട്ടയും അതുപോലെ മട്ടണും വാങ്ങിച്ചു. നല്ല സൂപ്പർ ഫുഡായിരുന്നു. ബിസ്മി ഹോട്ടലിലെ ബിരിയാണിയെക്കാളും അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടം അവിടുത്തെ മട്ടൺ പെരട്ടും അതുപോലെ മട്ടൺ കറി, മട്ടൺ ഫ്രൈ ഒക്കെയാണ്. എല്ലാം സൂപ്പർ ടേസ്റ്റാണ്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ച് ഒന്ന് ഉഷാറായി. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്താണെങ്കിലും ബാലരാമപുരം വരെ വന്നതല്ലേ, നമ്മുടെ വിഴിഞ്ഞം ഹാർബറിന്റെ സൈഡിൽ കൂടെ ഒന്ന് പോയിട്ട് ആ ഹാർബറിന്റെ കാഴ്ചകളും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഞങ്ങൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. നമുക്ക് എത്രത്തോളം അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പം അതും കൂടെ നമുക്കൊന്ന് കണ്ടേക്കാം. വിഴിഞ്ഞം ഹാർബറിന്റെ ആ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നത് കണ്ടോ. ഇവിടെ പുതിയതായിട്ട് ക്രെയിൻസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എല്ലാം ചൈനയിൽ നിന്ന് വന്നെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചേക്കുന്നത്. അപ്പം ഇത് എത്രയും പെട്ടെന്ന് നമ്മളുടെ ഹാർബറിന്റെ ഈ കംപ്ലീറ്റ് വർക്ക് തീരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും കാണുമ്പോൾ ഒരു അഭിമാനമൊക്കെ തോന്നുന്നുണ്ടല്ലേ. നമ്മുടെ കടൽ കണ്ടോ, വിഴിഞ്ഞം സൈഡിലുള്ള കടലാണ്. കോവളം വിഴിഞ്ഞം സൈഡിലുള്ള കടലാണ്. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി. അതിന്റെ കളറൊക്കെ കണ്ടില്ലേ. അപ്പൊ ഇനി നമുക്ക് പതുക്കെ തിരിച്ച് വീട്ടിലോട്ട് പോവാം. അപ്പൊ ഞാൻ ശരിക്കും തിരിച്ചിങ്ങ് വീട്ടിലെത്തി കേട്ടോ. നല്ല സമ്മർ ടൈം ആയതുകൊണ്ട് നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് തിരിച്ചു വരുന്ന വഴിയിൽ ഞാൻ കൂടുതലായിട്ട് ഒന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പോയില്ല. അപ്പോൾ പത്മനാഭപുരം പാലസ് കാണാൻ പറ്റാത്തതിന്റെ ഒരു നിരാശ എന്ത് തന്നെയാണെങ്കിലും ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേക്ക് അത് ഓപ്പൺ എന്നാണ് കാണിച്ചത്. അപ്പൊ അത് അനുസരിച്ചാണ് നമ്മൾ പോയത്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും അവിടെ ചെന്നപ്പോഴത്തേക്ക് ഹോളിഡേ ആണെന്ന് അറിയാൻ സാധിച്ചത്. പക്ഷേ ഡക്റ്റിന്റെ അവിടെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു വ്യൂ, ഡക്റ്റിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, സൂപ്പറാണ്. നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ഡക്റ്റിന്റെ മുകളിൽ പോയി നിൽക്കണം. അപ്പൊ അത് ഈ ഒരു ടൈമിൽ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ ഡക്റ്റിനകത്തൂടെ വെള്ളമില്ല. അപ്പൊ വെള്ളമുള്ള സമയത്ത് പോയി കഴിഞ്ഞാൽ അത് കാണാൻ ഒന്നുകൂടെ നല്ല ഭംഗിയായിരിക്കും. ഇതിന് മുന്നത്തെ പ്രാവശ്യം ഞാൻ പോയപ്പോൾ അതിനകത്തൂടെ ഡക്റ്റിനകത്തൂടെ നിറയെ വെള്ളം പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊരു പ്രത്യേക ഒരു ഫീലാണ്. ആ ഒരു വെള്ളത്തിന്റെ സൗണ്ടും പിന്നെ അതിന്റെ മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂവും എല്ലാം കൂടെ നല്ല സൂപ്പറായിരിക്കും.
അപ്പം നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അവിടെ പോവുക. പിന്നെ തിരിച്ചു വരുന്ന വഴിയാണ് നമ്മൾ പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനമാണ് ബാലരാമപുരം എത്തിയപ്പോഴത്തേക്ക് വിഴിഞ്ഞം ഹാർബറും കൂടെ ഒന്ന് കണ്ടേക്കാവുന്നത്. നമുക്ക് അങ്ങോട്ടൊന്നും അകത്തോട്ടൊന്നും കയറി പോകാൻ പറ്റില്ല കേട്ടോ. പക്ഷെ നമുക്കിങ്ങനെ ഇതുപോലെ ദൂരത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഹാർബറിന്റെ പണി നടക്കുന്നതും ആ പുതിയ ക്രെയിൻസ് ഒക്കെ വന്നേക്കുന്ന കാര്യങ്ങളൊക്കെ കാണാം. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്കൊരു അഭിമാനം തോന്നുന്നുണ്ട്, നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇത്രയും ഭയങ്കരമായ ഒരു ഹാർബറൊക്കെ വരുന്ന കാര്യമൊക്കെ. അപ്പോൾ നമുക്ക് ഒരു ദിവസം നമുക്ക് പെട്ടെന്ന് ഇത് കണക്ക് പോയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ റൂട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കാഴ്ചകളെല്ലാം കാണാൻ സാധിക്കും. നമ്മളുടെ ഈ ഡക്റ്റ് ഉണ്ടല്ലോ, ഡക്റ്റിന്റെ തൊട്ടടുത്ത് തന്നെ തിരുവട്ടാർ എന്ന് പറയുന്ന സ്ഥലത്ത് തിരുവട്ടാർ ഒരു പ്രസിദ്ധമായ അമ്പലമുണ്ട്. നമ്മളുടെ പത്മനാഭ സ്വാമി ക്ഷേത്രം ഉണ്ടല്ലോ, അതിന്റെ ശരിക്കും പറഞ്ഞാൽ മോഡൽ ആദ്യം ചെയ്തത് തിരുവട്ടാറാണ്. സെയിം പ്രതിഷ്ഠയാണ്. അപ്പൊ ശ്രീ പത്മനാഭന്റെ സെയിം പ്രതിഷ്ഠയാണ് അവിടെയും ചെയ്തേക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കിടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എല്ലാം അതുപോലെ തന്നെയാണ്. അത് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ പത്മനാഭ സ്വാമി ക്ഷേത്രം ചെയ്തേക്കുന്നത്. ഇപ്പൊ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഈ റൂട്ടിൽ നമുക്ക് ഈ കാഴ്ചകളെല്ലാം കാണാം. പിന്നെ തൃപ്പരപ്പ് വാട്ടർഫോൾസ് ഉണ്ട്. ഇതെല്ലാം ഒരു 10 കിലോമീറ്ററിനകത്ത് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടിട്ട് ഒരു ദിവസം സുഖമായിട്ട് പോയിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന കുറച്ച് ഡെസ്റ്റിനേഷൻസ് ആണ് ഇതെല്ലാം. ഞങ്ങൾ എന്തായാലും സമ്മർ ആണെങ്കിൽ പോലും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് തിരിച്ചെത്തിയേക്കുന്നത്. ചൂട് അസഹനീയം തന്നെയാണ് കേട്ടോ, പക്ഷെ എന്നാലും ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പം നിങ്ങളും ഈ വീഡിയോ എൻജോയ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻസ് തരിക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം മറ്റൊരു സൂപ്പർ വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.